ഗുഡ് മോർണിംഗ്. ഇരിക്കേ. എന്താണ് ബോർഡൊന്നും വായിക്കാത്തേ? ആ, എവിടെയായിരുന്നു നേതാക്കന്മാര്? ബെല്ലടിച്ചിട്ട് എത്ര നേരമായെന്നറിയോ? എന്താടാ മിണ്ടാത്ത? ഇവരെപ്പോഴും ഇങ്ങനെയാ, കറങ്ങി നടക്കും, ക്ലാസ്സിലും കയറില്ല. ആഹാ, ഞങ്ങള് പറഞ്ഞാ ഞങ്ങളെ തല്ലും, പഠിക്കാനും സമ്മതിക്കില്ല. ഏടാ, നിങ്ങളെ കുറിച്ച് വലിയ കംപ്ലൈന്റ് ആണല്ലോ. എല്ലാ അധ്യാപകരും നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പഠിക്കണില്ല. പഠിക്കുന്ന കുട്ടികളെങ്കിലും ശല്യം ചെയ്യാതിരുന്നൂടെ? എന്തായാലും നിങ്ങളുടെ പാരന്റ്സിനെ ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവര് ഗ്രൗണ്ടിലെ മാവിലെ കല്ലെറിയായിരുന്നു. ഓഹോ, എന്തിനു മാ കിട്ടിയില്ല. എത്ര എണ്ണം ബാക്കിയുണ്ട്? നിങ്ങളുടെ 4 പേരുടെയും കയ്യിൽ 13 വാങ്ങണ്ടെന്ന് കരുതുക. അതിൽ ഒരാൾ 2 എണ്ണം വീതവും, ഒരാൾ 3 എണ്ണം വീതവും, ഒരാൾ 4 എണ്ണം വീതവും കഴിച്ചു. ഒരാളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണം ബാക്കിയുണ്ട്? മാഷേ, ഞാൻ പറയട്ടെ? വേണ്ട, ഇവര് തന്നെ പറയട്ടെ. മാഷേ 5. 5ഓ? മാഷെ 3. 3ഓ? മാഷെ ചോദ്യം കൂടി ചോദിക്കുക. ചോദ്യം ഒന്നുകൂടി പറയാം. നിങ്ങളുടെ കയ്യിൽ 13 മാങ്ങയുണ്ട്. ഒരാൾ 2 എണ്ണം കഴിച്ചു, ഒരാൾ 3 എണ്ണവും, ഒരാൾ 4 എണ്ണവും, ഒരാളാണെങ്കിൽ ഒന്നും കഴിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര മാങ്ങ ബാക്കിയുണ്ട്? 4. കറക്റ്റ്. ആ 4നെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ എത്ര? ഹരിച്ചാലോ? 4. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റിയേ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ അറിയാലടാ. വേണ്ടാന്ന് വെച്ചിട്ടാണ്. പഠിക്കാൻ വരുമ്പോൾ പഠിക്കണം, അല്ലാതെ ക്ലാസ് കയറാണ്ട് കറങ്ങി നടക്കല്ല വേണ്ടത്. മനസ്സിലായാ? ഇനി നിങ്ങൾ ക്ലാസ്സിൽ കച്ചറുണ്ടാക്കിയെന്ന് അറിഞ്ഞാ കയറിയിരിക്കേ. മക്കളെ, അടുത്ത ആഴ്ച ടൂർ പോവാന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി ആരൊക്കെയാണ് പൈസ തരാത്തവര്? അവരൊന്ന് കൈവക്കിയേ. നിങ്ങളെല്ലാവരും തിങ്കളാഴ്ച നിർബന്ധമായിട്ടും പൈസ കൊണ്ടുവരണം. അല്ലാത്തവരെ ടൂറിന് കൊണ്ടുപോയില്ല കേട്ടോ. കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ടൂറ് പോകാനായി ഒരാളൊഴികെ മറ്റെല്ലാവരും പൈസ തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുമിച്ചൊരു വിനോദയാത്ര പോകുമ്പോൾ അതിലൊരാൾ മാത്രം പങ്കെടുക്കാതിരിക്കുന്നത് സങ്കടകരമായൊരു കാര്യമാണ്. സാമ്പത്തികവും മറ്റു കാരണങ്ങൾ കൊണ്ടും ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവളെ ടൂറിന് പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നാണ് എന്നെ അറിയിച്ചിരുന്നത്. എന്തായാലും ആ കുട്ടിയുടെ സങ്കടം മനസ്സിലാക്കി അവളുടെ സഹപാഠികൾ കുറച്ച് പേർ ചേർന്ന് അവളെ കൊണ്ടുപോകാനുള്ള 800 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. മാഷേ, ആരാണ് എൻ്റെ പൈസ തന്നത്? സന, ഇരിക്കൂ. നിന്നെ സഹായിച്ച കൂട്ടുകാർ ആരോടും അത് പറയരുതെന്ന് പറഞ്ഞാണ് എന്നെ പൈസ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നിങ്ങൾ എൻ്റെ കുട്ടികളാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നല്ലൊരു വസ്ത്രമോ പുസ്തകമോ വാങ്ങിക്കാൻ കഴിവില്ലാത്ത വീട്ടിലെ അംഗമായിരുന്നു ഞാൻ. എൻ്റെ അമ്മ വീട്ടുജോലികൾ ചെയ്താണ് എന്നെ വളർത്തിയത്. ആ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും വസ്ത്രവുമായിരുന്നു എൻ്റെ ഏകാശ്വാസം. ഒരു ദിവസം അങ്ങനെ കിട്ടിയ ഷർട്ടും ധരിച്ച് ഞാൻ ഗമയോടെ സ്കൂളിലേക്ക് വന്നു. പക്ഷേ അവിടെ എന്നെ കാത്തിരുന്നത് വലിയൊരു അപമാനമായിരുന്നു. ഏതോ ഒരു വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയൊരു പഴയ ഷർട്ട് ഇട്ടിട്ടാണ് ഞാനന്ന് വന്നിരുന്നത്. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ ഷർട്ടിൻ്റെ യഥാർത്ഥ അവകാശി തന്നെ അത് തുറന്നു പറഞ്ഞപ്പോൾ പരിഹാസവും കളിയാക്കലും സഹിക്കവയ്യാതെ ഒരുപാട് ഒറ്റപ്പെട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാൽ എൻ്റെ വിദ്യാർത്ഥികൾ സഹപാഠിക്ക് ചെയ്ത സഹായം പുറത്തു പറയാതെ മാതൃക കാണിച്ചു. കൂട്ടുകാരിയെ സഹായിക്കാൻ തയ്യാറായ ആ കൂട്ടുകാരുടെ മനസ്സിനോട് ഒരധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. മാഷേ, എന്താടാ? ഇത് സനയ്ക്ക് ടൂറിന് പോകാനുള്ള പൈസയാണ്. അതിനവൾ വരുന്നില്ല എന്നുള്ള അവളെ പാരൻസ് പറഞ്ഞേ. സാറേ, പൈസയുടെ ബുദ്ധിമുട്ടിൽ അവൾ മാത്രം വരാതിരിക്കണ്ടല്ലോ. ഇത് ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്ത പൈസയാണ്. ഇതാരിപ്പം അറിയണ്ട, പ്രത്യേകിച്ച് അവള്. അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും ടൂറിന് വരാൻ കൂട്ടാക്കില്ല. കാരണം ക്ലാസ്സിലാർക്കും ഞങ്ങൾ ഇഷ്ടമല്ലല്ലോ. വാടാ.
പൈസ ഒപ്പിച്ചേ? ഞാൻ പിന്നെ ഇന്നലെ എൻ്റെ കെപ്പീനിട്ട് അപ്പയ്ക്ക് 150 റുപ്യ കിട്ടി, ആയിക്കോട്ടെ 30 റുപ്യ കിട്ടിയിട്ടതാ. അയ്യോ, എനിക്കെന്റെ മാമൻ ചെരുപ്പടിക്കാൻ പൈസ ഉണ്ട്. ചെരുപ്പൊക്കെ പിന്നെ അടിക്കാം. ഈ എങ്ങനെ ഒപ്പിച്ചേ? ഞാൻ അപ്പനോട് പോക്കറ്റ് മണി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കൂട്ടാക്കില്ല, പിന്നെ സെറ്റാക്കി. ഞാൻ പിന്നെ ഉമ്മാനോട് കാര്യം പറഞ്ഞു. ഉമ്മ പൈസ ഒന്ന് ഡാ, ഇതില് ഇനി ഒരു 20 റുപ്യ കുറവുണ്ടല്ലോ. ആന്ന് കുഴപ്പമില്ലടാ, നമ്മള് സാറല്ലേ സെറ്റ് ആയിക്കോളും. എന്നാ പോവാ. വാ.